ക്രിസ്മസ് ദിനത്തിൽ ഡീസൽ തീർന്ന വഴിയിലായി KSRTC. തിരുവനന്തപുരത്ത് നിന്നും വയനാടേക്ക് പോകുന്ന മിന്നൽ ബസ്സാണ് മുക്കത്തെത്തിയപ്പോൾ ഡീസൽ തീർന്നത്. ഇന്നലെ രാത്രി 11 മണിക്ക് തിരിച്ച ബസ്സാണിത്. സംഭവത്തിൽ പ്രതിഷേധവുമായി യാത്രക്കാർ. രമ്യ ദാസ് ചേരുന്നു. രമ്യ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വഴിയിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും നിലവിലിപ്പോൾ മറ്റ് മാർഗങ്ങൾ തേടിയിട്ടുണ്ടോ KSRTC? എന്താണ് സാഹചര്യം? രോഹിണി, ഈ ക്രിസ്മസ് ദിനത്തിലാണ് ഇത്തരത്തിൽ യാത്രക്കാരെ ദുരിതത്തിലാക്കിക്കൊണ്ട് മിന്നൽ ബസ് വഴിമുടക്കിയത്. ഇന്നലെ രാത്രി ഏകദേശം 11 മണിയോടുകൂടി തിരുവനന്തപുരത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്ത KSRTC മിന്നൽ ബസ്സാണ് ഇന്ന് കോഴിക്കോട് മുക്കത്തെത്തിയവരുടെ റോഡിൽ ബ്രേക്ക് ഡൗൺ ആയത്. യാത്രക്കാർ വിവരം അന്വേഷിച്ചപ്പോഴാണ് ഡീസൽ തീർന്നതാണ് ഇത്തരത്തിൽ പാതി വഴിയിൽ യാത്ര നിർത്താൻ കാരണമെന്ന് KSRTCയുടെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള അധികൃതരും വ്യക്തമാക്കി. നിലവിൽ ഇപ്പോൾ വലിയ തോതിലൊരു പ്രതിഷേധം യാത്രക്കാരുടെ ഇടയിൽ നിന്നും ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ ബദൽ മാർഗങ്ങൾ ഉപയോഗിച്ച് യാത്രക്കാരെ അവർക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ന് ഏകദേശം വൈകിയാണ്, ഏകദേശം 8:30യോടുകൂടി കൽപ്പറ്റയിൽ എത്തേണ്ട KSRTC മിന്നൽ ബസ് ആയിരുന്നു ഇത്. എന്നാൽ ഏകദേശം നേരം വൈകിയാണ് ഈ ബസ് ഇവിടെ മുക്കത്തെത്തിയത്. കാരണം പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിൽ എത്തുമ്പോൾ വളരെ നേരം വൈകിട്ടാണ് എത്തിയിരുന്നത് യാത്രക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്രിസ്മസ് ദിനത്തിലാണ് KSRTCയുടെ ഒരു അശ്രദ്ധ മൂലം അല്ലെങ്കിൽ ജീവനക്കാരുടെ ഒരു അശ്രദ്ധ മൂലം നിരവധി യാത്രക്കാർ, കുട്ടികളും അതുപോലെ തന്നെ വലിയ മുതിർന്നവരുൾപ്പെടെ നിരവധി യാത്രക്കാർ ഈ ബസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ അധികൃതരുടെ കൃത്യമായ അനാസ്ഥയായിരുന്നു ഇത്തരത്തിൽ ഈ യാത്രക്കാരെ പാതി വഴിയിൽ ഇറങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് ഇത് എത്തിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. രോഹിണി.